അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കിയാലോ? ഇതിലെ മെയിനും അച്ചമ്മ തന്നെയാണ് കേട്ടോ. പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അച്ചമ്മ ചോദിച്ചു, അതിനിപ്പോൾ എന്താ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അച്ചമ്മ പോയി തേങ്ങ എടുത്ത് പൊട്ടിച്ച് കേട്ടോ. തേങ്ങ എടുത്ത് പൊട്ടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ വെള്ളം വേണമെന്ന്. നിങ്ങൾക്കും കുടിക്കാൻ ഇഷ്ടമാണോ തേങ്ങാ വെള്ളം? അച്ചമ്മ എടുത്ത് തിരിയുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്നോട് തിരുവാനായിട്ട് പറഞ്ഞില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീട്ടിൽ തേങ്ങ തിരുവാൻ പറയുന്നത് എന്നോട് തന്നെയാണ് കേട്ടോ. അമ്മ തിരുവാൻ പറയും, അപ്പോഴത്തേക്കും ഞാനങ്ങ് അകത്ത് കയറി പോവും. അപ്പോഴത്തന്നെ അച്ചമ്മ ഒന്ന് തിരുവും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളിലൊക്കെ തേങ്ങ തിരുവാറുള്ളൂ. അപ്പം നമുക്ക് പായസം വയ്ക്കുന്നതിലേക്ക് കിടക്കാം കേട്ടോ. നിങ്ങൾ ഈ പായസം വയ്ക്കാൻ നേരത്ത് ഒന്നാം പാല് രണ്ടാം പാലെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ പരിപാടിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ തിരുവിയ തേങ്ങ നമ്മൾ മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കുറച്ചൊരു ശകലം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാവേ. ഏകദേശം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ടീസ്പൂൺ വെള്ളമൊക്കെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയാണ് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാനുള്ളത്. നമ്മൾ അധികം വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിൽ കൂടുതലും. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഒന്നാം പാല്. ഇത് ഒന്നാം പാലാണെങ്കിൽ അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടാം പാലാണ് കേട്ടോ. രണ്ടാം പാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങയിലേക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർക്കാം. 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കുന്നതിനെയാണ് രണ്ടാം പാല്. അത് നല്ല ലൂസായിരിക്കും കേട്ടോ. ഒന്നാം പാല് നല്ല കട്ടിയാണ്. നെക്സ്റ്റ് ഇതെല്ലാം അരച്ചെടുത്തതിന് ശേഷം തന്നെ നമ്മുടെ ചട്ടി ഉണ്ടല്ലോ, ചട്ടി പായസം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യ് മെൽറ്റായി വരികയാണ്. നെയ്യ് മെൽറ്റായി വന്ന് ജസ്റ്റ് ഒന്ന് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിൽ രണ്ടാം പാലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ലേ, നമ്മൾ ലൂസായിട്ടുണ്ടാക്കിയെടുത്ത അത് നമുക്ക് ആ ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു പണിയുണ്ട്. നമുക്ക് പായസത്തിന് ഇടാനായിട്ട് ആവശ്യത്തിന് ശർക്കര എടുക്കാവേ. ആ ശർക്കരയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെന്നെടുക്കണം കേട്ടോ. അത് മെൽറ്റായിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. അതിന് ശേഷം അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അടയൊന്ന് പൊടിച്ചെടുക്കാവേ. നമ്മൾ ഭയങ്കരമായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കില്ല. ജസ്റ്റ് ഒന്ന് നുറുക്കി വലിയ വലിയ പീസുകളൊക്കെ ഒന്ന് കുഞ്ഞി പീസുകളാക്കി ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും അത് വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ശർക്കരപ്പാനിയം ചെന്നൊന്ന് ഇളക്കി കൊടുക്കാവേ. അതിന് ശേഷം ശർക്കരപ്പാനിയം ഇളക്കിയതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ അടുപ്പി വെച്ചിരുന്ന് അത് മറന്നുപോയോ? അപ്പോൾ നമ്മുടെ ഒന്നാം പാൽ തിളച്ച് വന്നിട്ടുണ്ടാവും. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച അടയില്ലേ, ആ അട നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അടയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങയുണ്ടല്ലോ, തേങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാവേ. നിങ്ങൾ കണ്ടിട്ടില്ലേ പായസത്തിലേക്ക് തേങ്ങ ഇട്ടിരിക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ വാരി കളയും. ബട്ട് അങ്ങനെ ഇടണമെന്നാണ്, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇടുവാണേ. അപ്പോൾ ഇടണ്ടെന്നല്ല, ഇടണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടയൊന്ന് എടുത്ത് നോക്കാം വെന്തോന്ന്. അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ശർക്കരപ്പാനിയം ഇല്ലേ, അതിൻ്റെ കാര്യം മറന്നു പോയോ? അപ്പോൾ ആ ശർക്കരപ്പാനിയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് കളറ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ടാകും കേട്ടോ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ എണ്ണ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ആ തേങ്ങയും കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, മുന്തിരിയൊക്കെ നല്ലൊരു കളറാവുന്ന സമയത്ത് നമുക്ക് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ പായസം ഉണ്ടല്ലോ അടുപ്പിയിരിക്കുന്ന, ആ പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ.
അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാവേ. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ഒന്നാം പാലുണ്ടല്ലോ അത് നന്നായിട്ട് ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാവേ. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും സംഭവം റെഡിയായേ.